അപ്പൊ മാസിമോൻ നട്ട നാരങ്ങത്തൈ വന്ന് മാസിമോൻ തന്നെ ഇപ്പൊ നമ്മ വിളവെടുപ്പിക്കാൻ പോണ കണ്ട മാസിമോനെ പിടിച്ച് കണ്ട എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ജ്യൂസ് അപ്പൊ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ കൊലകളായിട്ടാണ് കായ്ക്കണത്. അപ്പൊ ഒരു കൊലയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ട നല്ല വലിപ്പമുള്ള നാരങ്ങയാണ്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു നാരങ്ങ കൊണ്ട് ഒരുപാട് ഗ്ലാസ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റ് ആണ്. കയ്പൊന്നുമില്ല. നമ്മൾ സാധാ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചതിനെ കുറച്ച് കഴിയുമ്പോ കഴിക്കുമല്ല. ഇത് കയ്പൊന്നുമില്ല. ഭയങ്കര ഫ്ലേവർ ആണ്. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വെച്ച് പിടിപ്പിക്കേണ്ട ഒരു നാരങ്ങ തന്നെയാണ് ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പം നമുക്ക് ഒട്ടും തന്നെ പരിചരണങ്ങളൊന്നും വേണ്ടട്ടോ. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെ നന്നായിട്ട് കായ്ക്കും. അപ്പൊ നമ്മ വിളവെടുക്കണ കണ്ട ഇതൊക്കെ നല്ല മഞ്ഞ കളറായി വന്നേക്കണ. ഇത് ശരിക്കും മണ്ണിൽ മുട്ടിക്കിടക്കണായിരുന്നു. അപ്പം ഇതേപോലെ ആവുമ്പോ നമുക്ക് വിളവെടുക്കാൻ നമ്മുടെ ആവശ്യത്തിന് ഓരോന്നോരോന്നോ നമുക്ക് വിളവെടുക്കാനുള്ളൂട്ടാ ഈ സീഡ്ലെസ് ലെമണൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല്. പിന്നെ സീഡ്ലെസ് ലെമണിന്റെ കൂമ്പ് ചെറിയ ഇലകൾ വെച്ചിട്ട് നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ഒട്ടും തന്നെ പരിചരണം വേണ്ടെന്ന് പറയാം. നമുക്ക് ചെറുനാരങ്ങ മേടിക്കേ വേണ്ട. ഒരു സീഡ്ലെസ് ലെമണൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. അതേപോലെ തന്നെ നമുക്ക് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ നല്ലതാണ് ഈ സീഡ്ലെസ് ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മാസിമോൻ നട്ട നാരങ്ങത്തൈ വന്ന് മാസിമോൻ തന്നെ ഇപ്പൊ നമ്മ വിളവെടുപ്പിക്കാൻ പോണ കണ്ട മാസിമോനെ പിടിച്ച് കണ്ട പിടിച്ചോട്ടെ. നാരങ്ങ കുടിച്ചോ. എന്നാ നീ ഇത് വിളവെടുത്തേ. എന്നാ നീ ഇത് വിളവെടുത്തേ. മുള്ള് ഈ ചെടി വരെ മുള്ളുണ്ടാവുമല്ലോ സീഡ്ലെസ് ലെമൺ കണ്ട നമ്മ വിളവെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ നല്ല വെയിറ്റ് ആണ് ഈ നാരങ്ങക്ക്. ഇതേപോലെയാണ് സീഡ്ലെസ് ലെമൺ കായ്ക്കണത്. അപ്പൊ നമ്മ വിളവെടുത്ത നാരങ്ങ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട കുരു ഒന്നും തന്നെ ഇല്ല. നല്ല ഫ്ലഷ് ആണ്. ഫുള്ളായിട്ട് തോലൊക്കെ വളരെ കുറവുള്ളൂ കണ്ട. അപ്പൊ നമുക്ക് ഇപ്പൊ ജ്യൂസ് അടിക്കാനാണെങ്കിൽ കണ്ട ജ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ഇതേപോലെ വെറുതെ ഒരു നാലാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടാ മതി. ഇതേപോലെ കട്ട് ചെയ്തിട്ടിട്ട് വെള്ളം ഒഴിക്കാം. പഞ്ചസാര ആണെങ്കിൽ പഞ്ചസാര, തേനാണെങ്കിൽ തേൻ, നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഉപ്പാണെങ്കിൽ ഉപ്പും ചേർക്കാം. അപ്പൊ കണ്ട നോക്കാം. ഇത് ഇപ്പൊ ഈ ഇത്രയും നേരം കൊണ്ട് ഒരുപാട് ജ്യൂസ് ഉണ്ടാക്കാട്ടാ. അപ്പൊ നമുക്ക് ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ മാസിമോനും ഉണ്ടായിട്ട് നമ്മുടെ കൂടെ ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ. അപ്പൊ നമുക്കിപ്പോ ഒരു 2 ഗ്ലാസ് ജ്യൂസ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്കൊരു 2 നാരങ്ങയുടെ പീസ് ഇട്ടാ മതി ചെറുത്. എന്നിട്ട് പഞ്ചസാര ഇടാം. എന്നിട്ട് നമുക്ക് മിക്സിയിട്ട് വെറുതെ ഒന്ന് അടിച്ചാ മതി കേട്ടാ. പിന്നെ നമുക്കിത് കണ്ട നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നമുക്ക് കണ്ട ഗ്ലാസ്സിൽ ഒഴിക്കാം. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാസിമോനിക്ക് അത് കൊടുക്കാം. മാസിമോന്റെ നട്ട നമ്മുടെ നാരങ്ങത്തൈ ആണല്ലോ. അപ്പൊ മാസിമോൻ തന്നെ ജ്യൂസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നാ മോൻ മാസിമോന് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ജ്യൂസ്? അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആണ്. നമ്മ ഐസ് നമുക്ക് തേൻ വേണ്ടവർക്ക് തേനിടാം. ഇനി കസുകസൊക്കെ ഇടണവർക്ക് കസുകസ് ഇടാം. ഇഞ്ചി ഒക്കെ ചേർക്കണവർക്ക് ഇഞ്ചി ചേർത്ത് നമുക്ക് നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോ ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ടടിക്കാം. പുതിനയില ചേർക്കണവർക്ക് പുതിന ചേർക്കാം. ഇഷ്ടമുള്ള ഫ്ലേവർ ഇഷ്ടമുള്ള പിന്നെ റോസ്മേരിയുടെ ലീഫൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ചേർക്കാം. അപ്പൊ
നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചേർത്ത് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. നമുക്ക് ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ ജ്യൂസ് തന്നെ ഉണ്ട് ഇത്. സീഡ്ലെസ് ലെമന്റെ പ്ലാന്റ് ഞാൻ ഒരുപാട് പേർക്കാണ് അയച്ചു കൊടുത്തേക്കണത്. ഇപ്പൊ ഒരുപാട് പേർക്ക് നാരങ്ങയൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസ് ഇട്ട് തരാറുണ്ട്. പിന്നെ സ്ഥിരമായിട്ട് മേടിക്കണം സീഡ്ലെസ് ലെമന്റെ പ്ലാന്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടാലും നടാ, അല്ലെങ്കിൽ ലെയർ ചെയ്ത് തൈകൾ നടാ. പെട്ടെന്ന് തന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ കായ ഉണ്ടായിരിക്കും. വലിയ പ്ലാന്റ് ഒക്കെ നടുകയാണെങ്കിൽ 1 വർഷം മതി. ഇത് ഒരു കുഞ്ഞു പ്ലാന്റ് നട്ടതായിരുന്നു. അപ്പൊ എല്ലാവരും സീഡ്ലെസ് ലെമന്റെ പ്ലാന്റ് ഒക്കെ ഒന്ന് നടാ. നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് സീഡ്ലെസ് ലെമന്റെ പ്ലാന്റ് മേടിക്കാൻ കിട്ടും. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.